അടുത്ത ടോപ്പിക്ക് ലീനിയർ അറേ വിത്ത് n ഐസോട്രോപിക് പോയിന്റ് സോഴ്സസ് ഓഫ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സ്പേസിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ n ഐസോട്രോപിക് പോയിന്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് എന്താണ് ലീനിയർ അറേ എന്നുള്ള കാര്യം നോക്കാം. ലീനിയർ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ ഇൻഡിവിജ്വൽ എലമെന്റ്സ് എല്ലാം കൂടെ, അതായത് ആന്റിന മൾട്ടിപ്പിൾ എലമെന്റ്സ് ഓഫ് ആന്റിന എന്ന് പറയുന്നതാണല്ലോ നമ്മൾ ആന്റിന അറേ എന്ന് പറയുന്നത്. അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ എലമെന്റ്സ് നമുക്ക് ഈക്വൽ സ്പേസിംഗ് ആണ്. ഇപ്പൊ നമുക്ക് ലാംഡ/2 അങ്ങനെ ഈക്വൽ സ്പേസിംഗ് ആണെങ്കിലുള്ള ആ ഒരു അറേ ആണ് നമ്മൾ എന്ത് പറയുന്നത് ലീനിയർ അറേ. ഇഫ് ദ ഇൻഡിവിജ്വൽ എലമെന്റ്സ് ഓഫ് ദി അറേ ആർ ഈക്വലി സ്പേസ്ഡ്, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക ലീനിയർ അറേ. ഇതെല്ലാം തമ്മിൽ ഈക്വൽ ഇപ്പൊ ഡി ആണ്, ഡി ആയിരിക്കും ഇതെല്ലാം തമ്മിൽ ഡി സ്പേസിംഗ്, ഇവിടെ ഡി സ്പേസിംഗ് ആയിരിക്കും തമ്മിലുള്ളത്. ആ അറേ ആണ് നമ്മൾ ലീനിയർ അറേ എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത് അറേ ഫാക്ടർ എന്ന് പറയുന്ന സംഭവമാണ്. അറേ കണ്ടുപിടിക്കണം. അറേ ഫാക്ടർ എന്ന് പറഞ്ഞ AF എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. AF is a factor by which the array increase the field strength over that a single element radiating the same total power. ഇതാണ് നമുക്ക് അറേ ഫാക്ടർ കണ്ടുപിടിക്കുക. അറേ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യമേ മൾട്ടിപ്പിൾ എലമെന്റ്സ് ഓഫ് അറേ നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ നമുക്ക് ഒരു XY പ്ലെയിൻ എടുത്തു. നേരത്തെ പോലെ പറഞ്ഞേക്കുന്ന പോലെ ഓരോ പോയിന്റ് സോഴ്സ് n നമ്പർ ഓഫ് പോയിന്റ് സോഴ്സുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തത്. 1 2 3 4 എക്സെട്ര അപ് ടു n നമ്പർ ഓഫ് പോയിന്റ് സോഴ്സസ് ആണ്. അപ്പൊ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് ഓരോന്നിന്റെ ഇൻഡിവിജ്വൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് E0 എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പൊ P എന്ന് പറഞ്ഞ ഡിസ്റ്റന്റ് പോയിന്റിലാണ് നമ്മൾ ആ റേഡിയേഷൻസും മാർക്ക് ചെയ്ത് അതിന്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് ET എന്ന് പറഞ്ഞ് എടുത്തേക്കുന്നത്. അപ്പൊ ഇത് ഓരോന്ന് സെയിം നമ്മൾ പറഞ്ഞില്ല ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിനല്ല E0 എന്ന് പറഞ്ഞ ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആണ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫേസ് ഷിഫ്റ്റ് ആണ് നമ്മൾ ആൽഫ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇവയെല്ലാം നമ്മൾ ഈക്വൽ സ്പേസിംഗ് ലീനിയർ അറേ എന്നാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് ഈക്വൽ സ്പേസിംഗ് ആണ്. ഡി ഇതെല്ലാം സെയിം ആണ്. ഡി എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് നമ്മൾ അതിനെ മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്താന്ന് നോക്കാം. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എന്താ ET എന്നാണ് പറഞ്ഞേക്കുന്നത്. ET എന്താന്ന് നമുക്ക് ഇനി നോക്കാം. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ET എന്ന് പറയുമ്പോഴത്തേക്ക് ET നമുക്ക് ഓരോന്നിന്റെയും ഈ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് നമ്മൾ ആഡ് ചെയ്യുവാണ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്തോരും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ET is equal to E0 into e raised to jψ. ഇവിടെ 0 ആണ്. അതായത് ഫസ്റ്റ് പോയിന്റ് എടുത്തു കഴിയുമ്പോൾ അതിന് വേറൊരു ഇൻഡിവിജ്വൽ പോയിന്റുമായിട്ടൊന്നും നമുക്ക് എന്താ ഫേസ് ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് 0 jψ കൊടുക്കാം. പ്ലസ് E0 ഇൻറ്റു ഇനി 1 and 2ന്റെ ഇടയ്ക്കുള്ളത് എന്താ ഒരു jψ 1 into jψ പ്ലസ് E0 ഇൻറ്റു 2 jψ. അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ടായിരിക്കും ഫേസ് പോകുന്നത്. അപ്പം ഇതാണ് നമുക്ക് ടോട്ടൽ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് E0 ഇൻറ്റു J ഇൻറ്റു n-1 jψ എന്നാണ് നമ്മൾ എടുക്കുക. ഇത്രയുമാണ് നമ്മളുടെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. ഏത് പോയിന്റുകളാണ്? P എന്ന് പറയുന്ന ഡിസ്റ്റന്റ് പോയിന്റ്. എപ്പോഴും നമുക്കറിയാം ആന്റിന അറേ ഒക്കെ നമ്മൾ എടുക്കുക ഫാർ ഫീൽഡ് ആണ് നമ്മൾ എടുക്കുന്നത്. ഫാർ ഫീൽഡിലാണ് P എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പൊ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആഡ് ചെയ്തിട്ടുള്ള സം ആയിരിക്കും. അപ്പൊ ആണ് നമ്മൾ ഈ അഡീഷൻ പറഞ്ഞേക്കുന്നത്. ഇത് വെക്ടർ ആയത് കാരണം മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ ഫേസും നമുക്ക് എടുക്കാം. അപ്പൊ E0 ഇൻറ്റു E raised to നമുക്ക് ഇവിടെ ഇതിനകത്തല്ല E0 കോമൺ ആയിട്ടാണ് വന്നേക്കുന്നത്. E0 നമുക്ക് ഔട്ട് സൈഡിൽ കൊടുത്തിട്ട് ബാക്കിയുള്ളത് E raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. 1 plus e raised to jψ plus e raised to 2 jψ etc. up to e raised to j into n-1 into ψ എന്ന് പറയും. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇക്വേഷൻ നമ്പർ 1.